എൻഡോസൾഫാൻ ദുരിതബാധിതരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണന തുടർന്നാൽ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് പി കരുണാകരൻ എംപി പറഞ്ഞു. എൽഡിഎഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽഡിഎഫ് ജനപ്രതിനിധികളുടെ സത്യാഗ്രഹ സമരം വിദ്യാനഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻഡോസൾഫാൻ പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്ന വഞ്ചനാപരമായ നിലപാട് ഉപേക്ഷിക്കുക, മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച സമാശ്വാസ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സത്യാഗ്രഹം. കാസർഗോഡ് വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം കളക്ടറേറ്റ് കവാടം ചുറ്റി സത്യാഗ്രഹം ഇരിക്കുന്ന BC റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു. എൻഡോസൾഫാൻ ഇരകൾക്ക് നീതി ലഭിക്കാൻ കൈകൂടാൻ അനുവദിക്കാനാവില്ലെന്ന എൻഡോസൾഫാൻ ദുരിതബാധിതരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണന തുടർന്നാൽ LDF നേതൃത്വം ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് പി കരുണാകരൻ എംപി പറഞ്ഞു. LDF ജനപ്രതിനിധികളുടെ സത്യാഗ്രഹ സമരം വിദ്യാനഗർ BC റോഡ് ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കരുണാകരൻ എംപി. ഇവിടെ നിന്നും പോയ ഡോക്ടർ അഷീൽ, അതുപോലെ തന്നെ പത്രപ്രവർത്തകനായിട്ടുള്ള ജയകുമാർ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ അവിടെ അവതരിപ്പിച്ച സമയത്ത് ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടിയിട്ട് അവിടെ വാദിക്കാൻ വേണ്ടി പോയത് ഗവൺമെന്റ് ഒരു ജോയിന്റ് സെക്രട്ടറി പോയിരുന്നെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായിട്ട് എൻഡോസൾഫാൻ കമ്പനിയുടെ ആൾക്കാരായിരുന്നു. ഓരോ ഘട്ടത്തിലും കൂടെ ഇടപെട്ട് നിന്നത് എൻഡോസൾഫാന്റെ കമ്പനിക്കാരാണ്. ഡെലിഗേഷന്റെ മുൻപന്തിയിൽ ഇരുന്നിരുന്നത് എൻഡോസൾഫാൻ കമ്പനിക്കാരാണ്. ജയകുമാരും ഡോക്ടർ അഷീലും ഇത് ചോദ്യം ചെയ്ത സമയത്ത് മാത്രമാണ് അവർ പിന്നീട് പിൻബെഞ്ചിലേക്ക് പോയത്. പക്ഷേ പിന്നോട്ട് പോയെങ്കിൽ പോലും ഗവൺമെന്റ് പ്രതിനിധികൾക്ക് ആവശ്യമായ എല്ലാവിധ കുറിപ്പും സംസാരിക്കാൻ വേണ്ടിയിട്ട് നൽകിയത് ഈ എൻഡോസൾഫാൻ കമ്പനിയാണ്. അതുകൊണ്ട് ആ ചർച്ചയുടെ ആദ്യഘട്ടത്തിലോ രണ്ടാമത്തെ ഘട്ടത്തിലോ ഇന്ത്യ ഗവൺമെന്റ് ഈ നിരോധനത്തിന് അനുകൂലമായിരുന്നില്ല. പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ 83ഓളം രാജ്യങ്ങൾ നിരോധിച്ചു. മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഗാന്ധിജി ഉൾപ്പെടെ പോയിട്ട് സൗത്ത് ആഫ്രിക്കയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തെങ്കിൽ ആ സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെ ഇത് നിരോധനവുമായി മുമ്പോട്ട് വന്ന സമയത്താണ് ഇന്ത്യ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ ഒരു 10-21ഓളം നിബന്ധനകൾക്ക് വിധേയമായിട്ട് എന്നാൽ ഞങ്ങൾ നിരോധിക്കാൻ വേണ്ടി തയ്യാറാകുന്നു എന്ന് പറഞ്ഞു. ഈ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായിരുന്നു. LDF ജില്ലാ കൺവീനർ P രാഘവൻ സ്വാഗതം പറഞ്ഞു. MLAമാരായ K കുഞ്ഞിരാമൻ, ഉദുമ, K കുഞ്ഞിരാമൻ തൃക്കരിപ്പൂര്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്യാമളാദേവി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ AK നാരായണൻ, KP സതീഷ് ചന്ദ്രൻ, ഗോവിന്ദം പള്ളിക്കാപ്പിൽ, T കൃഷ്ണൻ, KS കുര്യാക്കോസ്, കരിവള്ളൂർ വിജയൻ, കൊടക്കാട് നാരായണൻ, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, KV കുഞ്ഞിരാമൻ, മുസ്തഫ തോരവളപ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു. സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായി ബോവിക്കാനം, പെരിയ, കാഞ്ഞങ്ങാട് സൗത്ത്, ചെറുവത്തൂർ എന്നിവിടങ്ങളിൽ റോഡ് ഉപരോധവും LDF പ്രവർത്തകർ നടത്തി.